വേസ് മീഡിയയിലേക്ക് സ്വാഗതം. വിവാദ ചൈനീസ് ആപ്പായ ടിക്ടോക്കിന്റെ പ്രവർത്തനം അമേരിക്കയിൽ നിലച്ചു. ആപ്പിൾ, ഗൂഗിൾ സ്റ്റോറുകളിൽ ആപ്പ് ഇപ്പോൾ ലഭ്യമല്ല. ഫെഡറൽ നിരോധനം പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടുമുൻപാണ് ടിക്ടോക്ക് യുഎസിൽ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ചൈനക്കാരല്ലാത്ത ഒരു ഉടമയ്ക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി അടച്ചുപൂട്ടുകയോ ചെയ്യണമെന്ന നിയമമാണ് യുഎസ് കോൺഗ്രസ് ഏപ്രിലിൽ പാസാക്കിയത്. എന്തായാലും രണ്ടാമത്തേതാണ് ടിക്ടോക്കിന്റെ മാതൃകമ്പനിയായ ബൈറ്റ് ഡാൻസ് തിരഞ്ഞെടുത്തത്. 170 ദശലക്ഷം അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന ജനപ്രിയ ആപ്പ് വിൽക്കാനുള്ള ബൈറ്റ് ഡാൻസിനുള്ള സമയപരിധിക്ക് 2 ദിവസം മുമ്പ് യുഎസ് സുപ്രീം കോടതി നിയമം ഭരണഘടനാപരമാണെന്നും അതിലെ വ്യവസ്ഥകൾ നിലനിൽക്കണമെന്നും വിധിച്ചതോടെയാണ് ആപ്പ് യുഎസിൽ ലഭിക്കാതായത്. പ്രൊട്ടക്ടിംഗ് അമേരിക്കൻസ് ഫ്രം ഫോറിൻ അഡ്വൈസറി കൺട്രോൾ ആപ്ലിക്കേഷൻ ആക്ട് ടിക്ടോക്കിന് ബാധകമായിരിക്കും എന്ന വിധിയിലാണ് കോടതി പുറപ്പെടുവിച്ചത്. ചൈനീസ് ഗവൺമെന്റ് ആപ്പ് ഉപയോഗിച്ച് അമേരിക്കൻ പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു എന്ന ആരോപണമായിരുന്നു ടിക്ടോക്കിനെതിരെ ആദ്യം ഉന്നയിക്കപ്പെട്ടത്. ഇത് ഗൗരവമുള്ള ഒന്നാണെന്ന് കോടതി നിരീക്ഷിച്ചു. ആരോപണം ആദ്യമായി ഉന്നയിക്കപ്പെട്ടത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ തവണ അധികാരത്തിലിരിക്കുന്ന സമയത്തായിരുന്നു. അദ്ദേഹം ആപ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കട്ടെ എന്ന് തന്റെ അഭിപ്രായം മാറ്റിയെന്നാണ് മറ്റൊരു രസകരമായ കാര്യം. ഇന്ത്യയിലാണ് ടിക്ടോക്ക് ആദ്യമായി നിരോധിച്ച രാജ്യങ്ങളിലൊന്ന്. ആപ്പിളിന്റെയും ഗൂഗിളിന്റെയും ആപ്പ് സ്റ്റോർ വഴി ടിക്ടോക്ക് ലഭിക്കുന്നുണ്ടെന്ന് കണ്ടാൽ ഇരു കമ്പനികളും പ്രതിമാസം $5000 വെച്ച് പിഴ ഒടുക്കേണ്ടതായി വരും. ഒറാക്കിൾ കമ്പനിയാണ് ടിക്ടോക്കിന്റെ അമേരിക്കൻ ഉപയോക്താക്കളുടെ ഡേറ്റ സൂക്ഷിക്കുന്നത്. പിഴ ഒറാക്കിളിന് ബാധകമായേക്കും. ടിക്ടോക്കിനെതിരെ അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ ആദ്യ നിയമം തള്ളി പുതിയ ഒന്ന് കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു സാധ്യത. അങ്ങനെ ആപ്പിന് കുറച്ചുകാലം കൂടി പ്രവർത്തനാനുമതി നേടാനായേക്കും. ഇത്തരം ഒരു ബില്ല് കൊണ്ടുവരണം എന്നാണ് സെനറ്റർ എഡ് മാർക്കി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അത്ര വേഗം നടപ്പാക്കുന്ന സ്വഭാവം അമേരിക്കൻ കോൺഗ്രസിന് പൊതുവെയില്ല. അമേരിക്കൻ കമ്പനികളായ ഗൂഗിളിന്റെ യൂട്യൂബിനോ പിന്നീട് മെറ്റ ആരംഭിച്ച റീൽസിനോ മറികടക്കാൻ സാധിക്കാത്ത ഒരു ആകർഷണീയത ആ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വളർത്തിയെടുക്കാൻ ഒരു ചൈനീസ് ആപ്പിന് സാധിച്ചു എന്നത് ടെക്നോളജിയുടെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന സിലിക്കൺ വാലിക്ക് കുറച്ചൊന്നുമായിരിക്കില്ല നാണക്കേടുണ്ടാക്കിയത്. തങ്ങളുടെ അമേരിക്കൻ എതിരാളികളുടെ സമ്മർദ്ദം അടക്കം കൊണ്ടാകാം ഗവൺമെന്റിന്റെ ആപ്പിനെതിരെ നടപടികളിലേക്ക് കടന്നതെന്നും വാദമുണ്ട്.